ഹായ്, ഞാൻ ഡോക്ടർ ഷിജന റിയാസ്, ഹോമിയോ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന കപ്പിൾസിൽ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് പേഷ്യൻറ്റിനെ സ്ട്രെസ് ഫ്രീ ആക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ മിക്കവാറും 10 വർഷം 15 വർഷമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു ഫലം കാണാതെ ഹൈലി ടെൻഷനിലായിരിക്കും പേഷ്യൻറ്റ് നമ്മളെ അടുത്തേക്ക് വരിക. അപ്പോൾ ഫസ്റ്റ് വിസിറ്റ് മുതലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് പേഷ്യൻറ്റിനെ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സ് ഒന്ന് കുറച്ച് അവരൊന്ന് റിലാക്സ്ഡ് ആക്കുക എന്നുള്ളത്. അതെന്താ വെച്ചാൽ നമ്മൾ ഈ സ്ട്രെസ് ലെവൽ കൂടി നിൽക്കുമ്പോൾ നമ്മൾ എത്ര മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാലും ആ പ്രോപ്പറായിട്ടുള്ള ഫലം അവരിൽ ഉണ്ടാവില്ല. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ബോഡിയിലത്തെ ഹോർമോൺ എല്ലാം ഇംബാലൻസ്ഡ് ആവും. ഈ ടെൻഷൻ നമ്മളെ ബോഡിയിൽ ഇൻഫെർട്ടിലിറ്റിന് മാത്രമല്ല, ടെൻഷൻ നമ്മൾ ഞാൻ ഈ ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ട് പറയുന്നു എന്ന് മാത്രം. സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ നമ്മളെ ബോഡിയിൽ ഒരു ഏറ്റവും ചെറിയ തലവേദന മുതൽ നമ്മൾ ഏറ്റവും വലിയ ക്യാൻസർ വരെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പവറുള്ള ഒന്നാണ് ഈ പ്രൊലോങ്ഡ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് എങ്ങനെയാണ് ഇൻഫെർട്ടിലിറ്റിയിൽ അത് നമ്മൾ കാരണമാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പേഷ്യൻ്റ് സ്ട്രെസ്ഫുൾ ആയി കഴിയുമ്പോൾ അവരിൽ ആ ഒരു സ്ട്രെസ് ഹോർമോൺസിൻ്റെ ഇമ്പാക്റ്റ് കാരണം ഒവേറിയൻ ഫങ്ഷൻസിനെ ബാധിക്കും, അല്ലെങ്കിൽ ടെസ്റ്റിസിൻ്റെ ഫങ്ഷൻസിനെ ബാധിക്കും. പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കില്ല, അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് ഗ്രാജുവലി ഒരു PCO മോർഫോളജിയിലോട്ട് ഓവറി മാറിക്കഴിയും. അതല്ലെങ്കിൽ ടെസ്റ്റിസിൻ്റെ അകത്തു നിന്നുള്ള ആ ഒരു സ്പെർം പ്രൊഡക്ഷൻ താഴോട്ട് വന്നിട്ട് പേഷ്യൻ്റ് ഒളിഗോസ്പെർമിയ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലോട്ട്, അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറവ്, മോർഫോളജി കുറവ് എന്നിങ്ങനെ പ്രോബ്ലംസ് ഫേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ റീസൺ മേ ബി ഈ സ്ട്രെസ് ചിലപ്പോൾ കുഞ്ഞില്ല എന്നുള്ള പേരിൽ ടെൻഷൻ ആയിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്തല്ല ടെൻഷൻസ് ആയിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള അവരെ ക്വസ്റ്റ്യനിങ്, ഇപ്പോഴും കുഞ്ഞൊന്നും ആയില്ലേ, എന്താ ചെയ്യുന്നത്, നിങ്ങളിങ്ങനെ നടന്നോ, മനസ്സിലായില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളും കമൻസും നിങ്ങൾക്ക് അവർക്ക് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അത് തന്നെ അവരെ സ്ട്രെസ്സിലോട്ട് തള്ളിവിടും. അപ്പം ഞാൻ അവരോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ആളുകളെ നമുക്ക് മാറ്റാൻ പറ്റില്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. മാറേണ്ടത് നമ്മളാണ്, നമ്മളുടെ ചിന്തകളാണ്. അവർ പറയുന്ന നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങളത് വളരെ സിമ്പിളായിട്ട് തള്ളിക്കളയുക. മനസ്സിലായില്ല, അതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു വിവരമില്ലായ്മ എന്ന് ഞാൻ പറയും. അതുകൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യം അവർ നിങ്ങളടുത്ത് ചോദിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ ഉള്ളിലോട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ടെൻഷനിലോട്ട് നിങ്ങൾ ബോഡിയെ തള്ളി വിടരുത്. മനസ്സിലായില്ലേ? ആ ഒരു ഇത്തരം നിങ്ങളുടെ ടെൻഷൻ മാറാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടെത്തണം. കാരണം എന്താ വെച്ചാൽ ഓരോ വ്യക്തികൾക്കും ടെൻഷൻ മാറ്റാനുള്ള മാർഗങ്ങൾ പലതായിരിക്കും. ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും, വേറെ ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതായിരിക്കും, വേറെ ചിലർക്ക് യാത്രകൾ പോകുന്നതായിരിക്കും. അപ്പോൾ ടെൻഷൻ മാറ്റാനുള്ള മാർഗം എന്താണെന്ന് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം. അപ്പോൾ എനിക്ക് പേഴ്സണലി സ്ട്രെസ് റിലീവ് ചെയ്യുന്ന പാട്ട് കേൾക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പാട്ടുകൾ പഴയ മെലോഡിയസ് സോങ്സ് കേൾക്കുമ്പോഴാണ് നമ്മളൊരു മെൻ്റൽ കാംനെസ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ സ്വയം അഡാപ്റ്റ് ചെയ്യുക. ബോഡിയെ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാൻ നോക്കുക. എപ്പോഴും പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക. ഒരു ദിവസം എനിക്കും പറ്റും, ഒരു ദിവസം എനിക്കും ഒരു കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടും എന്നുള്ളത് മാത്രം സ്വപ്നം കാണാം. ആ സ്വപ്നത്തിലോട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിന് നിങ്ങളെ കാരണം കണ്ടെത്തി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നിങ്ങളുടെ ടെൻഷനെ ബൈപ്പാസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തി അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കുഞ്ഞ് എന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് ശരിയാവുന്നതായിരിക്കും. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.